തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടൻകാവ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വൻ മോഷണം. ക്ഷേത്രത്തിൽ സൂക്ഷിച്ച 25,000 രൂപയും സ്വർണ്ണ പൊട്ടുകളും CCTV ക്യാമറകളും ഹാർഡ് ഡിസ്കുമാണ് മോഷണം പോയത്. കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാട്ടാക്കടയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമായിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്ന് പുലർച്ചെയോടെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ഓഫീസ് റൂം കുത്തിത്തുറന്ന് 25,000 രൂപയും സ്വർണ്ണപ്പൊട്ടുകളും മോഷ്ടിച്ചു. ക്ഷേത്രത്തിൽ നിരീക്ഷണത്തിനായി സ്ഥാപിച്ച 5 CCTV ക്യാമറകളും ക്യാമറയുടെ ഹാർഡ് ഡിസ്കും കള്ളൻ കൊണ്ടുപോയി. 6 മാസം മുമ്പ് ഇവിടെ മോഷണം നടന്നിരുന്നു. തുടർന്നാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. 11ഓളം ക്യാമറ നിലവിൽ അമ്പലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നും 5 ക്യാമറ നഷ്ടപ്പെടുത്തുകയും 5 ഭാഗത്തായിട്ടുള്ള 5 ക്യാമറയാണ് നഷ്ടപ്പെടുത്തുകയും പിന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക്, അതായത് നമ്മൾ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിലവിൽ അത്രയ്ക്ക് നല്ല ബുദ്ധിപരമായി തന്നെയാണ് കള്ളൻ ആ കാര്യം ചെയ്തിട്ടുള്ളത്. അത് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കാട്ടാക്കടയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷണം നടക്കുന്നതായാണ് പരാതി. നേരത്തെ പൊട്ടൻകാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. 6 മാസത്തിന് മുമ്പ് ഇതേപോലൊരു മോഷണം ഈ അമ്പലത്തിൽ നടന്നു. നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇങ്ങനെ ഒരു മോഷണം ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, രാത്രി പട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പൊട്ടൻകാവ് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ പരാതിയിൽ കാട്ടാക്കട പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. മോഷണം പെരുകുമ്പോൾ കാട്ടാക്കട പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. നൈറ്റ് പട്രോളിംഗ് കാര്യക്ഷമമല്ല എന്നും പരാതിയുണ്ട്. അതാണ് വ്യാപക മോഷണം നടക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.